ഒന്ന് രണ്ട് കൊല്ലം വീഡിയോസൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ വെറും ഷോർട്സും കാര്യങ്ങളൊക്കെ ഉള്ള വീഡിയോസൊക്കെ വളരെ കുറച്ചേ ചെയ്തിട്ടുള്ളായിരുന്നു. ഉള്ള വീഡിയോസൊന്നും അധികമൊന്നും വ്യൂസ് പോയിട്ടില്ലായിരുന്നു. ഇപ്പം സത്യം പറയല്ല, പകുതിയുടെ പകുതി ആയിട്ടേ ഉള്ളൂ. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം, കള്ളം പറയില്ല. കാരണം കള്ളം പറഞ്ഞാൽ പിന്നെ ഹായ് വില്ലേജ് മീഡിയ ഉണ്ടേ ഹാജരാണേന്ന് പറയുന്നത്. താങ്ക് യു. ഞാൻ വില്ലേജ് മീഡിയയുടെ വീഡിയോസൊക്കെ കയറി കണ്ടല്ലോ, ഇന്നും കണ്ടല്ലോ. 2 വീഡിയോ ഞാൻ വൈകിട്ട് കയറി കണ്ടിട്ടുണ്ട്, കമൻസ് ഇട്ടിട്ടുണ്ട്. തെറാപ്പിസ്റ്റ് എന്തിൻ്റെ തെറാപ്പിസ്റ്റാണ്? പിന്നെ നമസ്തേ സീതാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വില്ലേജ് മീഡിയ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഈ കോട്ടുവാണ് സഹിക്കാൻ പറ്റുന്നത്. ഞാൻ മിക്കപ്പോഴും ശ്രദ്ധിക്കും, ഈ വൈകിട്ട് സമയത്തൊക്കെ അഥവാ ലൈവിൽ വരുവാണെങ്കിൽ, എപ്പോഴും വരുമല്ലോ. ഈ 2 പൂച്ചകൾ വന്നിട്ട് അടുത്തവൻ വന്നിട്ട് ഇവൻ ഇച്ചിരി പാടാ, ഇവൻ ഇച്ചിരി തെന്നി തെന്നി അങ്ങ് പോകും. നോക്കടാ അങ്ങോട്ട്, കള്ളച്ചക്ക നോക്കടാ അവിടെ. സുഖം. ചായ ഒക്കെ കുടിച്ചോ? ചായ സേമിയ കഴിച്ചു. സേമിയ ഉണ്ടാക്കിയായിരുന്നു, ഇപ്പൊ കഴിച്ചതേ ഉള്ളൂ. 10:30 മണി. ഇവരെല്ലാവരും കാലിൻ്റെ ഇടയ്ക്ക് ഒന്ന് കയറുപോയി, കളച്ചക്കന്മാരെല്ലാവരും. നമ്മുടെ കാലിൽ നമ്മുടെ ചെരുപ്പിലൊക്കെ കയറി ഇവന്മാർ പിടിക്കും. കണ്ടോ, സുന്ദരക്കുട്ടൻ. അതാണ് സുന്ദരക്കുട്ടനൊക്കെ. ക്ലിയർ ഉണ്ടോ? ഞാൻ വെളിയിലായിരിക്കുന്നത്. ക്ലിയർ ഉണ്ടോ? പിന്നെ ക്ലോസ് ചെയ്ത് വന്നു. എനിക്കുണ്ട് കോട്ടുവ. അടിത്താലി സബാഷ്, എനിക്കും അങ്ങനെ തന്നെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? വില്ലേജ് മീഡിയ ഇതുവരെ ലൈവ് ചെയ്തിട്ടുണ്ടല്ലോ എനിക്ക് തോന്നുന്നു. എവിടേക്കോ കല്യാണത്തിന് പോയപ്പോഴോ, അത് ലൈവാണോ ഫുൾ വീഡിയോ ആണോ? ലൈവ് വന്നിട്ടുള്ള എനിക്ക് തോന്നുന്നു. ലൈവ് ഉണ്ട്, ഇട്ടിട്ടുണ്ട്. അങ്ങനെ തന്നെ എൻ്റെ തോന്നല്. ഞാൻ ആ ലൈവ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡ്രീം വേൾഡിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ ഈ സ്പെല്ലിങ് തന്നെ ഡ്രീം വേൾഡ് അയച്ചു. ഡ്രീം വേൾഡ് ഇപ്പൊ തന്നെ ഇതിനകത്ത് നമുക്ക് ഒരു കോഡ് നമ്പർ തരുമല്ലോ. ഇപ്പൊ ജയ QTT88, ചിലവർക്ക് ചാനൽ 2426. ഡ്രീം വേൾഡ് അടിച്ചു നോക്കിയപ്പോൾ 1,00,000 ഡ്രീം വേൾഡ് വന്നു. സത്യമായിട്ട് വിശ്വസിക്കണം. 12 മണിക്ക് ഡ്രീം വേൾഡ് തിരക്കി ഉപ്പാട് വന്നു. അതുകൊണ്ട് ഡ്രീം വേൾഡ് ചാനൽ ഞാനിപ്പോൾ ബ്ലൂ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ചാനലിന്റെ നമ്പർ ഒന്നും എടുക്കാമെങ്കിൽ ഞാനിപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് ഡ്രീം വേൾഡിനെ ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡ്രീം വേൾഡ് ഒരു കാര്യം എത്രയും പെട്ടെന്ന് ആ കോഡൊന്ന് എഴുതിയിടും. നിങ്ങൾക്ക് ചാനലിൻ്റെ ഒരു നമ്പർ ഉണ്ടല്ലോ, ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രമേ യൂട്യൂബ് ആ നമ്പർ കൊടുക്കത്തുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഡ്രീം വേൾഡ്? ഇപ്പൊ തന്നെ ഈ വില്ലേജ് മീഡിയ ഒക്കെ ഇച്ചിരി റയർ. ഡ്രീം എന്ന് പറയുന്നത് ശരിക്കും ആളുകൾ കാണും. ഇപ്പൊ ജയ എടുത്താലും തോനെ കാണും. ജയ അക്കു ചിലപ്പോൾ 1-2 അതും കാണും. അതെനിക്ക് തന്നെ ഡ്രീം വേൾഡ് പറയുന്നുണ്ട്. ശരിക്കും ഡ്രീം വേൾഡ് ചാനൽ കിട്ടി. ഞാൻ കൺഫ്യൂസ് ആയി. ഞാൻ പ്രോമിസ് തന്നായിരുന്നു ഡ്രീം വേൾഡിന്റെ ലൈവിൽ വരുമെന്ന്. മനഃപൂർവ്വം വരാതെ ഇരുന്നാലേ എനിക്ക് ചാനൽ കിട്ടിയില്ല. വിശ്വസിക്കുന്നെങ്കിൽ വിശ്വസിക്കാം. കോടതി മുമ്പാകെ സത്യം മാത്രം ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളൂ. ഈ ഭാഗത്തെ പറയത്തുള്ളൂ. എല്ലാ പൊന്നാരോ യോലോ അവിടെ പോയി കിടന്ന്, അവിടെ ഒത്താൻ പോയി കിടന്ന്, 2 പേരും ദൂരെ പോയി കിടന്നു. എനിക്കും ഉണ്ട് കൂടാ. അയ്യോ, ഫോട്ടോയൊക്കെ വിടുമ്പം ഇല്ലേ, വായി മൂക്കും എല്ലാം ചെലിക്കും, കണ്ണീന്ന് വെള്ളവും വരും. മുടി അങ്ങ് ശരിക്ക് പൊഴിയുന്നേട്ടോ. മുടിക്ക് മുടി ജസ്റ്റ് ഒന്ന് കെട്ടി വെച്ച് വൈകിട്ട്. എന്നും കെട്ടത്തില്ല, മൂട. അമ്മ പറയും മുടിയൊക്കെ പൊഴിഞ്ഞു വന്ന് നീ ഇങ്ങനെ മുട്ടത്തരച്ചി ആയി വരാതെ മുടിക്ക് ഉള്ളൊന്നും ഇല്ലെന്നത്. സത്യം, മുടിക്ക് ഉള്ളൊന്നുമില്ല. ഇതെന്തുവെന്ന് പറയാം, നരയല്ല കേട്ടോ. രാവിലെ പൗഡർ ഇട്ട് ചെയ്ത്, രാവിലെ തല വിളിച്ച് വൈകിട്ട് വിളിച്ചില്ല. ഉച്ചയ്ക്ക് ഒരു 10-11 മണിയായപ്പോൾ ഒരു പൗഡറൊക്കെ ഇട്ടിട്ടൊരു വയസ്സ് എന്നൊരു സ്ത്രീയുടെ ഒരു ചെയ്തായിരുന്നു. കുറച്ച് വ്യൂസൊക്കെ വന്നായിരുന്നു. അപ്പം ഇട്ട പൗഡറാണ് കേട്ടോ ഇത്. ആ പൗഡർ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ആ പൗഡറുണ്ട്. അയ്യോ, നര കണക്ക് തോന്നി കണ്ടിട്ട്. ചെന്തർ മന്ദർ കാലി കലങ്കർ ഏതാക്കൂ അത്? എന്റെ ചേട്ടായി വന്നപ്പോഴേ പറഞ്ഞ അവിടെ ഹാങ്ങർ കിടക്കുന്ന